അങ്ങനെ കുറച്ച് നേരം നമുക്കൊരു ചെറിയൊരു വീഡിയോ കണ്ടാലോ? ചെറിയ നേരം കൊണ്ട് അങ്ങനെ ഇതേ സമയം ഒരു 3 മണിക്കായി കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു, പക്ഷെ ഉറക്കം വന്നില്ല. കുട്ടിയെയും കൊണ്ട് ഞാൻ അങ്ങോട്ടും കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ സമയം പോയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നേരെ എണീറ്റ് തലമുടി ഒന്നുകൂടി മുറുക്കി കെട്ടാമെന്ന് വിചാരിച്ചിട്ട് മുടി അയച്ചിട്ട് ഭയങ്കര പണിയാണ്. ജടയൊക്കെ കളയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. നേരത്തെ മുടിയും കെട്ടി വെച്ചിട്ട് നേരെ അടുക്കള വേണ്ടി പോവാട്ടോ. അങ്ങനെ നേരെ ഞാൻ അടുക്കളോട്ട് പോവാം. ഞാനും കുഞ്ഞും ഒറ്റയ്ക്ക് ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര ബോറടിയാണ്. അങ്ങനെ നേരെ ചട്ടി മാറ്റിയിട്ട് നേരെ കാപ്പി വെള്ളത്തിന് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ കാപ്പി വെള്ളം വെച്ചിട്ട് നേരെ മുറ്റത്തോട്ട് പോയി. ഒരു കാര്യം മറന്നുപോയി, ഞാൻ പാലും കുപ്പി കഴുകാൻ. അങ്ങനെ നേരം പാലും കുപ്പിയും കഴുകിയിട്ട് നേരെ തുണിയൊക്കെ പിറക്കി. ചെറിയൊരു മഴക്കാറുണ്ട്, ഇനി മഴ പെയ്യും എന്ന് വിചാരിച്ചിട്ട് നേരെ ഞാനത് തുണിയൊക്കെ പിറക്കി. അതിൻ്റെ ഇടയിലാണെങ്കിൽ എനിക്ക് ഉറക്കവും വരുന്നു. കാപ്പി വെള്ളമാണെങ്കിൽ തിളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നേരെ ഞാൻ ബാക്കി പണിയിലോട്ട് അങ്ങ് പോവാട്ടോ. അങ്ങനെ ഇരിക്കാതെ പഞ്ചസാരയും ഇട്ട് ഇളക്കി വെച്ചു. പിന്നെ ആണെങ്കിൽ പാലും കുപ്പി കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ 2 പാലും കുപ്പിയും കഴുകി നേരെ ഞാൻ വീട്ടിൽ കയറിയിട്ട് നേരെ എനിക്ക് കാപ്പി കുടിക്കും. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അതിൻ്റെ ഇടയിൽ കറണ്ടും പോയി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു ബിസ്ക്കറ്റും എടുത്തിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണും വന്ന് കുഞ്ഞിപ്പെണ്ണിനും കൊടുത്ത് നേരെ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കാറ്. പിന്നെ 2 പൂവിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയെന്നറിയാം. അപ്പം തന്നെ ഞാൻ ഓടി തിരക്കട്ട് കാരണം മഴ പെയ്യുകയല്ലേ. അത്യാവശ്യകാലത്ത് മഴ പെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ മഴയും പെയ്യത്തില്ല, ഒന്നും പെയ്യത്തില്ല. പിന്നാണെങ്കിൽ ആവിക്ക് ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. ആകാശം കണ്ടില്ലേ, എന്താ ഒരു കാർമേഘം. അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ കഴിഞ്ഞു. പിന്നെ കണ്ടില്ലേ, പിന്നെ ഒരു ചെറിയൊരു മഴക്കാറ് കണ്ടപ്പോഴേ ഞാൻ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു വെളിയിൽ. അങ്ങനെ അതും പിറക്കി നേരെ പാത്രം കഴുകാൻ വേണ്ടി പോവുക. ഈ പാത്രം കഴുകുമ്പോഴും ചെറിയൊരു മഴ വന്നു. അങ്ങനെ മുറ്റത്തിരുന്ന് പാത്രം കഴുകാൻ പറ്റുള്ളൂ. നേരെ അവിടെ ഇരുന്ന് പൈപ്പും തുറന്ന് ഓരോന്നാലോചിച്ച് കൂട്ടി പാത്രം കഴുകാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയം പോയി കേട്ടോ. ഞാൻ പാത്രം കഴുകി വീട്ടിലോട്ട് കയറിയപ്പോഴേ കറണ്ട് അങ്ങ് പോയി. പിന്നെ നല്ല മഴയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. ഫോണിൽ ചാർജും വേണ്ടേ. അങ്ങനെ സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. ഞാൻ 8 മണിയായപ്പോഴാണ് കുളിയെല്ലാം കഴിഞ്ഞത്. അങ്ങനെ കുളി കഴിയുമ്പോൾ എനിക്കൊരു പതിവുണ്ട്, എൻ്റെ ലോഷൻ എൻ്റെ ദേഹത്ത് തേച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. അങ്ങനെ ബോഡി ലോഷനൊക്കെ ക്രീമെല്ലാം തേച്ച് ഒന്ന് സെറ്റായി ഒരുങ്ങി. അങ്ങനെ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടി ഞാൻ പോവുക. സത്യം പറഞ്ഞാൽ നീളമുള്ള മുടിയായതുകൊണ്ട് ഭയങ്കര പാടാണ്. ചെടയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം മുടി ചീയില്ലെങ്കിൽ പിറ്റേ ദിവസം നീണ്ട് കിടക്കുന്നു. അങ്ങനെ എനിക്ക് ചെറുതായിട്ട് മുടി കൊഴിച്ചിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി കാണും. അങ്ങനെ കറണ്ടൊക്കെ വന്നത് കുട്ടികളെ ഉറക്കി. അമ്മയാണെങ്കിൽ ഇവിടെ നാളത്തേന് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം കറണ്ടും പോയി. എന്താണെന്നറിയത്തില്ല, കറണ്ട് ബില്ലടയ്ക്കും, പക്ഷേ കറണ്ട് എപ്പോഴും ഇങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെ 2 കുട്ടികളെ ഉറക്കിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോയത്. ആ സമയം കൊണ്ട് കറണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് നേരെ എൻ്റെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞ് മുടി ഞാൻ ഇങ്ങനെയാട്ടോ രാത്രി കിടക്കുന്ന ചില സമയങ്ങളിൽ. അല്ലെങ്കിൽ ഞാൻ പൊക്കി കെട്ടി ക്ലിപ്പിട്ട് വെക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ വരാട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചു പോവുക, കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.